പള്ളിക്കുളത്തിന്റെ പടവുകളിൽ ഇരിക്കുമ്പോൾ അമീറിന് എന്നും ഒരേയൊരു കാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. മദ്രസ കഴിഞ്ഞു മടങ്ങുന്ന സൈനബ. അവളുടെ കണ്ണുകളിലെ കറുത്ത സുറുമയ്ക്കും തട്ടത്തിനിടയിലൂടെ മിന്നിമറയുന്ന ആ ചിരിക്കും അമീറിന്റെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അമീറെ, ഈ കാത്തിരിപ്പ് എന്നെങ്കിലും അവസാനിക്കുമോ? ഒരിക്കൽ അവൾ അവനോട് രഹസ്യമായി ചോദിച്ചു. നമ്മുടെ നിക്കാഹിന്റെ അന്ന് മാത്രം സൈനു, അവൻ ഉറപ്പോടെ പറഞ്ഞു. അമീർ ഒരു സാധാരണ മീൻപിടുത്തക്കാരന്റെ മകനായിരുന്നു. എന്നാൽ സൈനബ വലിയ തറവാട്ടിലെ മകളാണ്. അവരുടെ പ്രണയം ഗ്രാമത്തിലെ ഇടവഴികളിൽ ഒരു മർമ്മരമായി പടർന്നു. ഒടുവിൽ സൈനബയുടെ വീട്ടിലറിഞ്ഞപ്പോൾ അത് വലിയൊരു കലാപമായി മാറി. ഒരു വെള്ളിയാഴ്ച അമീർ കണ്ടത് സൈനബയുടെ വീട്ടിന് മുന്നിലെ തിരക്കാണ്. എവിടെയോ ഒരു കല്യാണ ആലോചന ഉറപ്പിച്ചുവെന്ന വാർത്ത അവൻ കേട്ടു. കടൽ കടന്നുവരുന്ന ഒരു വലിയ പണക്കാരൻ. അന്ന് രാത്രി ആരും കാണാതെ അവൾ അവനെ കാണാൻ കടപ്പുറത്തെത്തി. എന്നെ കൊണ്ടുപോകാമോ അമീറെ? ഈ ലോകത്തിന് നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നാളെ പുലർച്ചെ വഞ്ചി തയ്യാറാക്കി ഞാൻ കാത്തിരിക്കും, നമുക്ക് ദൂരേക്ക് പോകാം, അവൻ അവളുടെ കൈ പിടിച്ചു വാഗ്ദാനം നൽകി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി കടൽ വല്ലാതെ പ്രക്ഷുബ്ധമായി. വഞ്ചി തയ്യാറാക്കി കാത്തിരുന്ന അമീറിനെ തേടി വന്നത് സൈനബയായിരുന്നില്ല, പകരം കടൽക്ഷോഭത്തിന്റെ വലിയൊരു തിരമാലയായിരുന്നു. ആ രാത്രിയിലെ കൊടുങ്കാറ്റിൽ അവന്റെ വഞ്ചി തകർന്നു. പിറ്റേന്ന് വെളുപ്പിന് കടപ്പുറത്തെ മണൽത്തിട്ടയിൽ അമീറിന്റെ ശരീരം അടിഞ്ഞു. വിവരമറിഞ്ഞോടിയെത്തിയ സൈനബ കണ്ടത് തന്റെ കല്യാണത്തിന് അണിയിക്കാൻ അവൻ കരുതിയിരുന്ന ഒരു ചെറിയ വെള്ളി മോതിരം അവന്റെ മരവിച്ച കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നതാണ്. മാസങ്ങൾ കടന്നുപോയി. സൈനബ മറ്റൊരു വീട്ടിലെ മണവാട്ടിയായി. പക്ഷേ ഇന്നും നിലാവുള്ള രാത്രികളിൽ പള്ളിക്കുളത്തിന്റെ പടവുകളിൽ തട്ടം കൊണ്ട് മുഖം മറച്ച് അവൾ ഇരിക്കാറുണ്ട്. അവളുടെ കണ്ണുകളിൽ സുറുമയില്ല, പകരം പെയ്തു തീരാത്ത കണ്ണുനീർ മാത്രം. മരണത്തിന് വേർപെടുത്താൻ കഴിയാത്ത പ്രണയം, ജീവിതത്തിന് തുന്നിച്ചേർക്കാൻ കഴിയാത്ത വേദനയായി ഇന്നും അവിടെ അവശേഷിക്കുന്നു.